കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് വൻ അഴിമതിയാണെന്നും അതിന്റെ ഭാഗമായി സാധാരണക്കാരായവർക്ക് പണം പോയി എന്നതും വസ്തുതയുള്ള കാര്യമാണ്. ബാങ്കിന്റെ തട്ടിപ്പിന് ഇരകളായി ജീവൻ നഷ്ടമായവർ ഏറെയുണ്ട് താനും. ഇതോടെ ഒരു വിഭാഗം സഖാക്കൾ തന്നെ പാർട്ടിക്കെതിരെയായി. ഇവരാണ് ബാങ്കിലെ കൊടിയ അഴിമതി വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതും. ഇതിന്റെ പേരിൽ ചിലരെ പുറത്താക്കിയാണ് പാർട്ടി പ്രതികാരം തീർത്തതും. എന്നാൽ പാർട്ടിക്കുള്ളിലെ തന്നെ ചിലർ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതാണ് ഇഡിക്ക് കരുവന്നൂരിൽ തുണയായി മാറിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് CPM നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്നു തന്നെ ഇഡിക്ക് ചോർത്തി നൽകിയെന്നാണ് പുറത്തുവരുന്ന സൂചനകളും. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളൂ. 31 പേജുള്ള ഇതിന്റെ പൂർണ്ണ രൂപം ഇഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയ വിവരം. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് PK ബിജുവിനെ അടക്കം ചോദ്യം ചെയ്തത്. അന്വേഷണ കമ്മീഷനുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു PK ബിജുവിന് ഉണ്ടായിരുന്നത്. അതേസമയം ഇഡിക്ക് മുന്നിൽ അത്തരമൊരു അന്വേഷണ റിപ്പോർട്ടില്ലെന്ന വാദമാണ് CPM നേതാക്കൾ ഉയർത്തിയത്. എന്നാൽ ഇഡിയുടെ കൈവശം റിപ്പോർട്ടുണ്ടെന്ന് വ്യക്തമായതോടെ പൂർണ്ണമായും തടിതപ്പൽ സാധ്യമല്ലാത്ത അവസ്ഥയുമുണ്ട്. അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജനെയുമാണ്. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്നും ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായെന്നുമായിരുന്നു കണ്ടെത്തൽ. ഏതു വിഷയത്തിലാണ് ജാഗ്രതാ കുറവ് എന്നതിന് മറ്റു വിശദീകരണങ്ങളാണ് നേതാക്കൾ ഇഡി മുമ്പാകെ നൽകിയത്. 2021 മെയ്യിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ രേഖ ചർച്ച ചെയ്തിരുന്നു. 10 അംഗങ്ങൾക്കും പകർപ്പ് നൽകി, മറ്റാർക്കും കൊടുത്തിട്ടില്ല. പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി യോഗത്തിൽ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും പകർപ്പ് നൽകി. മറ്റ് ഏരിയ കമ്മിറ്റികളിൽ ഉള്ളടക്കം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന കമ്മിറ്റിക്കും റിപ്പോർട്ട് കൈമാറിയിരുന്നു. അതീവ രഹസ്യമായി സൂക്ഷിച്ച റിപ്പോർട്ട് മുഴുവനും എങ്ങനെ ഇഡിക്ക് ലഭിച്ചു എന്നതാണ് നേതൃത്വത്തെ വലയ്ക്കുന്ന മറ്റൊരു ചോദ്യം. റിപ്പോർട്ടുണ്ടെന്ന കാര്യം തൽക്കാലം നിഷേധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ പാർട്ടി പത്രത്തിലും പത്രക്കുറിപ്പിലും കരുവന്നൂർ ബാങ്ക് അഴിമതിയുടെ പേരിൽ നടപടിയെടുത്തതായി പറയുന്നുണ്ട്. മാത്രമല്ല, റിപ്പോർട്ടുള്ളതായി PK ഷാജൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനിടെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി വൻ തുക ദുരൂഹമായി പിൻവലിച്ചതിന്റെ പേരിൽ പൊതുമേഖലാ ബാങ്കിന്റെ MG റോഡ് ശാഖയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. തുക പിൻവലിച്ച കാര്യം പാർട്ടി സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ മറച്ചുവെച്ചെന്നാണ് സൂചന. ഇതിന്റെ പേരിൽ ബന്ധപ്പെട്ടവരെയും ചോദ്യം ചെയ്തതായി സൂചനകളുണ്ട്. 2 കോടിക്കും 5 കോടിക്കും ഇടയിലുള്ള തുക പിൻവലിച്ചെന്നും അക്കൗണ്ടിൽ ഇപ്പോഴും കോടികളുടെ നിക്ഷേപമുണ്ടെന്നും വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്കിൽ IT റെയ്ഡ് ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടു. വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 25ഓളം ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കിൽപ്പെടാത്ത പണമിടപാടുകൾ നടന്നുവെന്ന് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിന്റെ അന്വേഷണത്തിനിടെ ഇഡി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളിലേക്ക് അന്വേഷണം എത്തിയത്. MG റോഡിലെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് മാസങ്ങൾ മുൻപ് വൻ തുക ആരാണ് പിൻവലിച്ചത്, തുകയുടെ ഉറവിടം എന്ത്, ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങളിലാണ് അന്വേഷണം. ബാങ്കിലെ അക്കൗണ്ട് രഹസ്യമല്ലെന്നാണ് വിവരമെങ്കിലും നടന്ന ഇടപാടുകളുടെ വിവരം മറച്ചുവെച്ചത് ദുരൂഹമായി തുടരുന്നു. വലിയ തുകകളുടെ ഇടപാടുകൾ അക്കൗണ്ടിലൂടെ സ്ഥിരമായി കൈകാര്യം ചെയ്തിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സുതാര്യമാണെന്നും കണക്കുകൾ IT വകുപ്പിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അടക്കം കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്താറുണ്ടെന്നായിരുന്നു CPM ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നിലപാട്.